രുദ്രൻ നടത്തത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. വീടിന് പിന്നിൽ അച്ഛൻ്റെ വലിയൊരു റബ്ബർ തോട്ടമുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തായി റംബുട്ടാനും മാവും പ്ലാവും ഒക്കെയായി ഒരു ചെറിയ പഴത്തോട്ടം. അങ്ങോട്ടേക്ക് രുദ്രൻ അവളെ കൊണ്ടുപോയത്. ഒത്ത നടുക്കായി ഒരു പ്ലാവിൽ ഇല്ലി കൊണ്ട് തീർത്തൊരു കുഞ്ഞ് ഏറുമാടും കണ്ട് നിദ്ര അവനെ കണ്ണു മിഴിച്ചു നോക്കി. ഇതുവരെ അവൾ അതവിടെ കണ്ടിട്ടില്ല. ഇന്നത്തെ രാത്രിക്ക് വേണ്ടി മാത്രം അവനത് പ്രത്യേകം ചെയ്യിപ്പിച്ചതായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. അതിൻ്റെ ചുവട്ടിലെത്തിയതും നിദ്രയെ അവൻ താഴെ നിർത്തി ഒരു കയറിൽ പിടിച്ച് രുദ്രൻ വലിച്ചപ്പോൾ അതിലേക്ക് കയറാൻ ആടി ഉലയുന്ന ഒരു ഏണി താഴേക്ക് വന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് അങ്ങോട്ടേക്ക് കയറാൻ പേടി തോന്നി. പേടിക്കണ്ട, നീ ആദ്യം കയറിക്കോ, തൊട്ടു പിന്നാലെ ഞാനുണ്ട്, വീഴില്ല. രുദ്രൻ അവളുടെ മുഖത്തെ ഭയം കണ്ടതും അവൾക്ക് ധൈര്യം കൊടുത്തു. അവൻ്റെ ബലത്തിൽ നിദ്ര മെല്ലെ കയറി. മുകളിലെത്തിയതും അതിലെ സൗകര്യങ്ങൾ കണ്ട് അവളുടെ മുഖം അതിശയം കൊണ്ട് വിടർന്നു. നിറയെ മാല ബൾബുകൾ കൊണ്ടുള്ള വെളിച്ചവും ചെറിയ റാന്തൽ പോലെ അങ്ങിങ്ങായി തൂക്കിയിട്ടിരിക്കുന്ന അരണ്ട വെളിച്ചവും മാത്രമേ അതിലുള്ളൂ. അത്യാവശ്യം വലിപ്പമുള്ള ആ ഏറുമാടത്തിനൊത്ത നടുക്കായി ഒരു കുഞ്ഞു ബെഡിട്ടിട്ടുണ്ട്. ഇത് നൊടിഞ്ഞ് താഴെ വീഴുമോ എന്ന് എനിക്ക് പേടി. നിദ്രയുടെ തോളിൽ കൈയിട്ട് രുദ്രൻ പറയുന്നത് കേട്ടപ്പോൾ നിദ്ര അവൻ്റെ വയറ്റിൽ നുള്ളിയതും രുദ്രൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചുമല് കൂച്ചി. നിദ്ര തിരിഞ്ഞു നിന്ന് പെരുവിരൽ ഉയർന്ന അവൻ്റെ തോളിൽ ഇരു കൈകളും ഇട്ട് ലോക്ക് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അവൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കി നിന്നു. എന്താണെന്ന് രുദ്രൻ മെല്ലെ കണ്ണുകൾ കൊണ്ട് ചോദിച്ചു. ഞാൻ ആലോചിക്കുമായിരുന്നു, ശത്രുക്കളെ പോലെ കഴിഞ്ഞവരിന്ന് ഇപ്പോൾ ഇങ്ങനെ. അവൾക്ക് വാക്കുകളിൽ സന്തോഷമൊതുക്കാൻ കഴിയുന്നില്ല. രുദ്രനും എന്തു പറയണമെന്നറിയില്ല. പക തീർക്കാൻ വേണ്ടി മാത്രം വിവാഹം കഴിച്ചവൾ ഇന്ന് ജീവിതത്തിലേക്ക് എന്നേക്കുമായി കൂട്ടുമ്പോൾ ജന്മം നൽകിയ സഫലമായതുപോലെയാണ്. ഇനിയൊരിക്കലും ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടമായാലും അവളെ നഷ്ടമാക്കില്ലേ എന്നാണ്. ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാനുള്ള വിധി ഉണ്ടാകരുത് എന്നാണ്. അവളുടെ കണ്ണടയുന്നതിനൊരു നിമിഷം മുന്നേ തന്നെ കണ്ണുകൾ അടയണേ എന്നാണ്. ഒന്നും ഓർക്കണ്ട, പഴയതൊക്കെയും മറന്നുകളാ. ഇനിയും ഞാൻ എത്രമാത്രം ടോക്സിക് ആയിരുന്നു എന്ന് ഓർമ്മിപ്പിക്കരുത്. ഒരു സ്ത്രീകളോടും നോട്ടം കൊണ്ട് പോലും അപമര്യാദ ഞാനിനി ചെയ്യില്ല. ഇത് നിനക്ക് തരുന്ന ഉറപ്പാണ്. അവളുടെ കൈത്തലം മെല്ലെ എടുത്ത് സ്വന്തം കൈയോട് ചേർത്ത് വെച്ചിട്ട് രുദ്രൻ കണ്ണ് ചിമ്മി കാണിച്ചു. നിദ്ര അവൻ്റെ നെഞ്ചോരം ചേർന്ന് നിന്നു. ഒരു പച്ചക്കര സെറ്റുമുണ്ടാണ് നിദ്ര ഉടുത്തിരുന്നത്. അരക്കെട്ടിൽ മെല്ലെ ഇരു കൈകളും ചേർത്തമർത്തി രുദ്രൻ അവളെ കിടക്കയിലേക്ക് ചായച്ചു കിടത്തി. അവളുടെ നിറയെ കൺപീലികൾ തിങ്ങിയ കണ്ണുകൾ പിടയ്ക്കുന്നതും മൂക്കിൻ തുമ്പിലെ വിയർപ്പ് തിളങ്ങുന്നതും രുദ്രൻ നോക്കി നിന്നു. നിദ്രയുടെ ആദരങ്ങളിൽ അവൻ ആദരങ്ങൾ ചേർക്കുമ്പോൾ ശ്വാസം പോലും വലിച്ചെടുക്കും പോലെ തീവ്രമായി അവൻ അവളെ ചുംബിച്ചു. ശ്വാസം വിലങ്ങി ഇരുവരും കിതയ്ക്കുമ്പോൾ മാത്രമേ അവൻ അതിൽ നിന്നും ഒരു ഇടവേള എടുത്തിരുന്നുള്ളൂ. അന്നോളം അനുഭവിക്കാത്തൊരു ലഹരി രുദ്രൻ്റെ ശിരസിലേക്ക് പടർന്നു കയറുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. താമര നൂല് പോലെ അപ്പോഴേക്കും തളർന്നു വാടി അവൻ്റെ കൈകളിലേക്ക് കുഴഞ്ഞു വീണ നിദ്രയുടെ കണ്ണുകൾ പോലും കൂമ്പി അടഞ്ഞു പോകും പോലെ, പരസ്പരം ഒന്ന് ചേരുമ്പോൾ മറ്റേതോ ലോകങ്ങളിൽ അലയുന്നത് പോലെ ഒരു അനുഭൂതി അവരറിയുന്നുണ്ട്. അവൻ്റെ ഓരോ വിരൽ സ്പർശനത്തിലും പൊള്ളിപ്പിടഞ്ഞു ദുർബലമായി എതിർത്തും കിടക്കയിലെല്ലാ ദിക്കിലേക്കും അകന്നു മാറി അവനെ കൊതിപ്പിച്ചു നിദ്ര. അവസാനത്തെ റാന്തലും രുദ്രൻ കൈയെത്തിച്ചണച്ച് അവളിലേക്ക് പടർന്നു കയറുമ്പോൾ ഇരുവരുടെയും സ്വകാര്യതയിലേക്ക് വെളിച്ചം പകരാനെന്നോണം നുറുങ്ങ് മിന്നാമിനുകൾ പാറി വന്നതോടെ നിദ്ര നഗ്നമായ ശരീരം പുതപ്പിനാൽ മറച്ചുകൊണ്ട് കൗതുകത്തോടെ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. അവളെ ദേഹത്തേക്ക് ചാരിയൊരുത്തി മുടിയിഴകൾ മാടിയൊതുക്കി പിൻകഴുത്തിൽ ഉമ്മ വെച്ചുകൊണ്ടവൻ പിന്നെയും ആ പെണ്ണിനെ തളർത്തി. രാത്രിയുടെ യാമങ്ങളിൽ വിയർത്തൊട്ടി ഇരു ശരീരങ്ങളും ഒരുമിപ്പിക്കുമ്പോൾ മിന്നാമിനുകൾ ഇരുളിലേക്ക് ഊളിയിട്ട് പറന്നിരുന്നു. പുതിയൊരു രുദ്രനോ നിദ്രയോ അവളുടെ ഗർഭപാത്രത്തിൽ വിത്ത് പാകിയതറിയാതെ നിദ്ര എപ്പോഴോ ഉറങ്ങി വീണിരുന്നു. രാവിലെ പുലർക്കാല തണുപ്പിൽ നിദ്ര രുദ്രൻ്റെ നെഞ്ചിൽ നിന്നും മുഖം ഉയർത്തി നോക്കുമ്പോൾ മരങ്ങൾക്കിടയിലൂടെ സൂര്യരശ്മികൾ ചെരിഞ്ഞ് ഏറുമാടത്തിലേക്ക് പാളി വീണുകൊണ്ടിരുന്നു. നേരത്തെ ഉണർന്നല്ലോ. രുദ്രൻ അവളുടെ മുടിയിഴകൾ കവളിൽ നിന്നും മാടിയൊതുക്കി മാറ്റിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവൾക്ക് ഇക്കിളി തോന്നി. പോകാം നമുക്ക്, ഒരുപാട് വൈകണ്ട. അച്ഛനും അമ്മയും നമ്മളെ അന്വേഷിക്കും. രുദ്രൻ്റെ നെഞ്ചിൽ നിന്നും മുഖം ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി നിദ്ര പറഞ്ഞപ്പോൾ അവൻ കണ്ണു ചിമ്മി കാണിച്ചു. വീട്ടിലെത്തി നിദ്ര ഒന്ന് കുളിക്കാൻ വേണ്ടി കയറാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് രുദ്രൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം അവൾ കേട്ടത്. ദാ ആരോ വിളിക്കുന്നു. ടേബിളിൽ നിന്ന് ഫോൺ എടുത്ത് നിദ്ര അവനെ കൊണ്ടുകൊടുത്തപ്പോൾ രുദ്രൻ അവളുടെ തോളിൽ കൈയിട്ട് പോകാൻ അനുവദിക്കാതെ തന്നെ ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി.
നിദ്ര കണ്ണുരുട്ടി അവനെ പേടിപ്പിച്ച് തോളിൽ നിന്നും കൈയെടുത്തു മാറ്റി പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും അവൻ്റെ കുരുത്തം കെട്ട കൈ ഒരിഞ്ച് പോലും അനക്കാൻ പറ്റാതെ വന്നപ്പോൾ പരാജയം സമ്മതിക്കേണ്ടി വന്നു അവൾക്ക്. ഹലോ. രുദ്രൻ അവളെ നോക്കി കണ്ണു ചിമ്മിയും ചുണ്ടുകൾ കൊണ്ട് ഉമ്മ വയ്ക്കും പോലെയും അവളെ ദേഷ്യം പിടിപ്പിയുമൊക്കെയാണ് ഫോണിൽ സംസാരിക്കുന്നത്. ഹലോ. അപ്പുറത്ത് ആരുടെ സ്വരമാണ് എന്നറിഞ്ഞതും രുദ്രൻ്റെ ശരീരം തണുത്തുറഞ്ഞു. അവൻ്റെ മുഖം മാറുന്നത് നിദ്ര ആശങ്കയോടെ നോക്കി നിന്നു. അവളുടെ തോളിൽ അവനിട്ടിരുന്ന കൈമെല്ലെ അയഞ്ഞു തുടങ്ങിയിരുന്നു. കണ്ണുകൾ കൊണ്ട് നിദ്ര എന്താണെന്ന് കാണിച്ചതും രുദ്രൻ അവളെ ഒരു നോട്ടം നോക്കിയത് മാത്രം, ഒന്നും പറഞ്ഞില്ല. അപ്പുറത്ത് സാറയായിരുന്നു. രുദ്രൻ ഫോൺ സ്പീക്കറിലിട്ടു. രുദ്ര, ഇത് ഞാനാണ്, സാറ. അത് കേട്ടതും നിദ്ര ഞെട്ടലോടെ അവനെ ഒന്ന് നോക്കി. അവൾ എന്തിനാണ് ഈ നല്ല നിമിഷങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നത് എന്നായിരുന്നു നിദ്രയുടെ മനസ്സിൽ. നീയോ? നിനക്ക് കിട്ടിയതൊന്നും പോരല്ലേ, എന്തിനാ ഇനിയും വിളിക്കുന്നത്? രുദ്രൻ മുറുകിയ മുഖത്തോടെ ചോദിച്ചു. അവിടെ നിന്ന് പോകാൻ തുടങ്ങിയ നിദ്രയെ അവൻ കൈപിടിച്ച് നിർത്തി അവിടെ തന്നെ. ഞാൻ നിന്നോട് ക്ഷമ പറയാൻ വിളിച്ചതാണ് രുദ്ര. നിന്നോട് മാത്രമല്ല, നിദ്രയോടും. സാറയുടെ വിറയ്ക്കുന്ന സ്വരം അവൻ കേട്ടു. കേട്ട കാര്യം സത്യമാണോ, അത് അവളുടെ അടുത്ത അടവാണോ എന്നൊരാശങ്കയിലായിരുന്നു അവനപ്പോഴും. നിദ്രയുടെ മുഖത്ത് ഭാവഭേദങ്ങളൊന്നും കണ്ടില്ല. എന്താ നിന്റെ അടുത്ത പ്ലാൻ? ഞങ്ങളുടെ തകർച്ച കാണാൻ എന്താ ഇനി നീ പ്ലാൻ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ ഈ ക്ഷമ ചോദിക്കൽ നാടകമൊന്നും ഇനി ഇവിടെ ചിലവാകില്ല. അല്ല രുദ്ര, നീ വിശ്വസിക്കില്ല എന്നറിയാം. ക്ഷമിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയില്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വിളിക്കുന്നതും. പക്ഷേ ഇത് പറയാതെ മരിച്ച എനിക്ക് സ്വസ്ഥത കിട്ടില്ല. മരിക്കും വരെ നീറി ഞാൻ ഒടുങ്ങും. അവളുടെ തളർച്ച ബാധിച്ച സ്വരം കേട്ട് സംശയത്തിൽ രുദ്രൻ നിശബ്ദനായി. അവളെ ബാക്കി പറയാൻ അനുവദിച്ചു. ബ്ലഡ് ക്യാൻസറാണ്, ലാസ്റ്റ് സ്റ്റേജ്. അന്നത്തെ ആക്സിഡൻ്റ് ഉണ്ടായ ദിവസങ്ങളിൽ തന്നെ ഞാനത് തിരിച്ചറിഞ്ഞിരുന്നു. ചികിത്സ കൊണ്ടൊന്നും ഇനി ഫലമില്ല. സാറ പറഞ്ഞത് കേട്ട് ഞെട്ടലോടെ നിദ്ര അവനെ നോക്കി. രുദ്രൻ്റെ മുഖത്തും ഞെട്ടൽ പ്രകടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആൽവിനെ ജീവിതത്തിൽ നിന്നും അകറ്റിയത്. അവന് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് കരുതി. അവനെ പോലെ നല്ലൊരു മനുഷ്യൻ എന്നെ പോലൊരു പെണ്ണിന് വേണ്ടി ജീവിതം സാക്രിഫൈസ് ചെയ്യേണ്ടി വരരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. സാർ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. ആൽവിനിപ്പോൾ അത്യാവശ്യം തിരക്കുകളിൽ ഉള്ള നല്ലൊരു ഡയറക്ടറായി പേരെടുത്ത് കഴിഞ്ഞിരുന്നു. അവൻ ജീവിതത്തിൽ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിക്കുകയും ഒരു കുഞ്ഞുമായി സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നു. സാറ ഇപ്പോഴും മമ്മയുടെ കൂടെ തന്നെയാണ്. ചലനശേഷി തിരികെ കിട്ടാതെ ശോഷിച്ചു പോയിരുന്നു സാറ. പഴയ സാറയുടെ ഒരു നിഴൽ രൂപം പോലെ. ഞാൻ നിദ്രയോട് ചെയ്ത തെറ്റുകൊണ്ടാണ് എനിക്കിത്രയും വലിയ ശിക്ഷ കിട്ടിയത്. കർമ്മ എന്നെ വെറുതെ വിട്ടില്ല. രുദ്രനോട് ഞാൻ ചെയ്തത് പൊറുക്കാൻ കഴിയാത്ത തെറ്റാണെന്നറിയാം. എനിക്ക് മാപ്പ് ചോദിക്കാൻ മാത്രമേ ഇപ്പോൾ പറ്റുകയുള്ളൂ. കഴിയുമായിരുന്നെങ്കിൽ ഞാൻ അവിടെ വന്ന് നിങ്ങളുടെ കാലിൽ വീണ് മാപ്പ് പറയുമായിരുന്നു. സാർ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കരഞ്ഞു പോയിരുന്നു. അവളുടെ വാക്കുകളിൽ എന്തൊക്കെയോ വിശ്വസത തോന്നി തുടങ്ങിയിരുന്നു ഇരുവർക്കും. എനിക്ക് നിദ്രയോട് നേരിട്ട് മാപ്പ് പറയണമെന്നുണ്ട്. കഴിയുമെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് വന്ന് കാണാമോ? സാറ പറഞ്ഞത് കേട്ട് നിദ്ര അവനിൽ നിന്നും ഫോൺ വാങ്ങി. ഒരിക്കലും ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല സാറ. നീ എന്നെ ഒരുപാടൊന്നും ഉപദ്രവിച്ചു എന്ന് ഞാൻ പറയില്ല. ഇപ്പോൾ എനിക്ക് ഈ കാണുന്ന ജീവിതം ഉണ്ടാകാൻ കാരണം പോലും നീയാണ്. പക്ഷേ എനിക്ക് നിന്നെ വന്ന് കാണാൻ ആഗ്രഹമില്ല എന്ന് കരുതി ഞാൻ നിന്നോട് ക്ഷമിച്ചില്ല എന്നല്ല. ഇപ്പോൾ നീ ഈ പറയുന്നത് പോലും പൂർണ്ണമായി വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ നിന്നോട് ഞാൻ ക്ഷമിച്ചു എന്ന് മാത്രമല്ല, നിനക്ക് സുഖപ്പെടാൻ കൂടി ഞാൻ പ്രാർത്ഥിക്കാം. മരവിച്ച സ്വരത്തിൽ നിദ്ര പറഞ്ഞിട്ട് ഫോൺ രുദ്രൻ്റെ കയ്യിൽ തന്നെ കൈമാറി. അവനത് വാങ്ങി പിന്നീട് സംസാരിക്കാൻ നിൽക്കാതെ കട്ട് ചെയ്തു. ഒരു പുഞ്ചിരിയോടെ രുദ്രൻ നിദ്രയെ ചേർത്ത് പിടിച്ചു. ഒന്നും ആലോചിക്കണ്ട, ആലോചിച്ച് കൂട്ടി മനസ്സ് വിഷമിപ്പിക്കണ്ട. അവൾ പറഞ്ഞത് നേരാണെന്ന് തന്നെ ഇരിക്കട്ടെ. നമ്മളിനി അധ്യായം ആദ്യം മുതലേ തുറക്കുന്നില്ല. അത് അടഞ്ഞ പുസ്തകമാണ്. അടഞ്ഞു തന്നെ കിടക്കട്ടെ, രുദ്രൻ പറഞ്ഞു. നിദ്ര അതേന്ന് തലയാട്ടിക്കൊണ്ട് അവൻ്റെ ചുമലിലേക്ക് തലചായ്ച്ചു. പെയ്യാനൊരു മങ്ങിയ മേഘങ്ങൾ അകന്നു മാറി വെളിച്ചം പിന്നെയും ഭൂമിയിൽ പരന്നു. സൂര്യൻ രശ്മികൾ നീട്ടി ഭൂമിയെയും പിന്നെയും പുൽകി. രുദ്രൻ്റെ എറണാകുളത്തെ വില്ലയിലേക്ക് അവർ വന്നിട്ടിപ്പോൾ 1 മാസം കഴിഞ്ഞിരിക്കുന്നു. സ്ഥിരമായി അവനിപ്പോൾ സിനിമാ തിരക്കുകളിലാണ്. എങ്കിലും എത്ര വൈകിയാലും വീട്ടിലേക്ക് വന്ന് നിദ്രയുടെ മടിയിൽ കിടന്നാലേ ആ ദിവസത്തിൻ്റെ മടുപ്പും വിരസതയുമെല്ലാം അവന് മാറാൻ കഴിയുകയുള്ളൂ. നിദ്രയുടെ ജീവിതവും തിരക്കുകളിൽ തന്നെയാണ്.
അവളുടെ പുതിയ കമ്പനി പണി കഴിയാൻ ഇനിയും 6 മാസമെടുക്കും. അതുവരെ അവൾക്ക് വെറുതെ ഇരിക്കാൻ വയ്യായിരുന്നു. ഒരു പ്രസിദ്ധമായ IT കമ്പനിയിൽ നിദ്ര ജോലിക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ട് കുറച്ചായി. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരിക്കുമ്പോഴാണ് നിദ്രയുടെ ഫോണിൽ നിന്നും ഒരു കോള് വരുന്നത്. ഫ്രീ ആയതുകൊണ്ട് അവൻ വേഗം ഫോൺ എടുത്തു. ഹലോ, നിദ്രയാണെന്ന് കരുതി രുദ്രൻ സംസാരിക്കാൻ തുടങ്ങിയതാണ്. ഹലോ രുദ്രൻ സർ, ഒന്ന് വേഗം സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരാമോ? നിദ്ര ഒന്ന് ചെറുതായി തലകറങ്ങി വീണു. പ്രശ്നമൊന്നുമില്ല, എങ്കിലും ഒന്ന് വന്നാൽ നന്നായിരുന്നു. നിദ്രയുടെ കോളിംഗ് ആയിരുന്നു ഫോണിൽ. തല കറങ്ങിയോ? ഞാൻ ഉടനെ വരാം. ഷൂട്ടിംഗ് സെറ്റിൽ ഡയറക്ടറോട് വിവരം പറഞ്ഞ ഉടനെ തന്നെ അവൻ തിരിച്ചു. അത് കേട്ടിട്ട് വല്ലാത്ത ടെൻഷൻ ആയതുകൊണ്ട് അവൻ നല്ല സ്പീഡിലാണ് വണ്ടി വിട്ടത്. നിദ്രയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ അവർ മുറിയിലാണുള്ളത് എന്നറിഞ്ഞപ്പോൾ അവൻ അങ്ങോട്ടേക്ക് കുതിച്ചു. രുദ്രൻ വന്നപ്പോൾ നിദ്ര കിടക്കയിൽ നിന്നും മെല്ലെ എഴുന്നേറ്റിരുന്നു. കൂടെയുള്ളവരൊക്കെ അവർക്ക് സംസാരിക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് ഉടൻ അവിടെ നിന്നും പോയി. രുദ്രൻ കട്ടിലിൽ കയറി അവളുടെ അരികിൽ ഇരുന്നു കൊണ്ട് ആ മുഖമെടുത്ത് കൈക്കൊമ്പിളിൽ വെച്ചു. അവൻ്റെ കണ്ണുകളിൽ ആശങ്ക പ്രകടമായിരുന്നു. കൈകൾ അവളുടെ മുഖത്തിരുന്ന് വിറകൊള്ളുന്നത് പോലെ. എന്ത് തലകറങ്ങാൻ കാരണം? നീ ഒന്നും കഴിച്ചില്ലേ രാവിലെ? കഴിക്കാതെ പോകരുതെന്ന് ഞാൻ പ്രത്യേകം പറയാറുള്ളതല്ലേ? രുദ്രൻ ഭയം നിറഞ്ഞ വാക്കുകളാൽ ആരാഞ്ഞു. രാവിലെ അവൻ നേരത്തെ പോകും. ഇടയ്ക്കൊക്കെ അതുകൊണ്ട് നിദ്ര മടി കാരണം ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാറുണ്ട്. ഇന്നും അങ്ങനെ തിരക്കിട്ട് പോയതുകൊണ്ട് തലകറങ്ങിയതാകുമെന്ന് രുദ്രൻ കരുതിയത്. അവളുടെ മുഖം ലജ്ജയാൽ തൊടുത്തിരുന്നു. നിദ്ര രുദ്രന്റെ കൈകൾക്ക് മീതെ അവളുടെ കൈകൾ ചേർത്ത് വെച്ചു. അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഒരു ജൂനിയർ വരുന്നുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. ഇനി കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞ. രുദ്രൻ ചാടി എഴുന്നേറ്റ് പോയി. കേട്ടത് വിശ്വസിക്കാൻ വയ്യാതെ അവൻ അവളെ ഒരു നിമിഷം നോക്കി നിന്നു. എന്താണ് ചെയ്യുക എന്ന് അവന് അറിയുന്നില്ല. സന്തോഷം എങ്ങനെയാണ് പ്രകടിപ്പിക്കുക എന്ന്. സിനിമകളിൽ കാണും പോലെ എടുത്തുയർത്തണോ അതോ മുഖമാകെ മുത്തങ്ങൾ കൊണ്ട് മൂടണോ? ആകെ ഒരു പരവേശം, ഒരു വെപ്രാളം. പറഞ്ഞറിയിക്കാൻ വയ്യാതെ എന്തെല്ലാമോ വികാരങ്ങൾ അവനെ വന്ന് പൊതിയുന്നത് പോലെ. നിദ്രയ്ക്കും അവൻ്റെ കണ്ണുകളിൽ അറിയാമായിരുന്നു പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം. അവൻ നിദ്രയുടെ നെറുകയിൽ ഒരു ദീർഘചുംബനം അർപ്പിച്ചു. അവനൊരു അച്ഛനാകാൻ പോകുന്നു എന്ന് ഓർത്തപ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു കുഞ്ഞുമുഖം തെളിഞ്ഞു. അതിനൊരു പെൺകുട്ടിയുടെ ഛായ നിദ്രയെ പോലെ. അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. എന്ത് പറയണമെന്നറിയില്ല പൊന്നെ. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷം നീ എൻ്റേതാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴായിരുന്നു. ഇപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ ഇതായിരിക്കും എൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ നിമിഷം എനിക്ക് തോന്നുന്നത്. രുദ്രൻ അവളുടെ മുഖമാകെ മുത്തം കൊണ്ട് മൂടി. അവൻ്റെ ആ വാക്കുകൾ അവളുടെ ഹൃദയം നിറച്ചിരുന്നു. അന്ന് തന്നെ അച്ഛനും അമ്മയും അവരെ വന്ന് കണ്ടിരുന്നു. പിന്നീട് അവരുടെ കൂടെയാണ് നിദ്രയും രുദ്രനും തങ്ങിയത്. അവൾക്ക് ആവശ്യമായ കരുതൽ കിട്ടാൻ അതാണ് നല്ലതെന്ന് അവർ കരുതി. 9 മാസങ്ങൾ കടന്നു പോയത് വളരെ വേഗത്തിലായിരുന്നു. കാര്യമായ അവശതകളൊന്നുമില്ലായിരുന്നു അവൾക്ക്. പേരിന് മാത്രമാണ് ഛർദ്ദിക്കുകയും ക്ഷീണവും അവളെ വലച്ചിട്ടുള്ളത്. അത് രുദ്രന് വലിയ ആശ്വാസം തന്നെയായിരുന്നു. ഒരു കുഞ്ഞിനെന്ന പോലെയാണ് രുദ്രൻ ആ നിമിഷങ്ങളിലൊക്കെയും അവളെ പരിചരിച്ചിട്ടുള്ളത്. ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടേണ്ടുന്ന ഈ സമയങ്ങളിലൊക്കെയും താങ്ങും തണലുമായി ഭർത്താവ് കൂടെ വേണം. രുദ്രൻ അതിനൊരു കുറവും വരുത്തിയിട്ടില്ല. ഒരു നോട്ടം കൊണ്ട് പോലും അവളുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ടില്ല. അവൾക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും നിമിഷനേരം കൊണ്ട് അവൻ അത് സാധിച്ചു കൊടുക്കും. എല്ലാ സ്ത്രീകളും അതുപോലെ ഒരു ഗർഭകാലം അർഹിക്കുന്നു എന്ന് നിദ്ര ഇടയ്ക്കെല്ലാം ഓർക്കും. പക്ഷേ അവളെ പ്രസവ സമയത്ത് ലേബർ റൂമിൽ കയറ്റിയ നിമിഷം അന്ന് ജീവൻ പറഞ്ഞു പോകുന്നൊരു വേദനയാണ് രുദ്രൻ അനുഭവിച്ചത്. അവൾക്ക് കൂട്ടായി ലേബർ റൂമിൽ അവളുടെ കൈപിടിച്ച് അവൾക്ക് പുഷ് ചെയ്യാൻ കൂടെ നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നീറിപ്പുകഞ്ഞിരുന്നു. അവൾ അനുഭവിക്കുന്ന വേദന അംശം പോലും കുറയാതെ അവൻ്റെ നെഞ്ചിലും അനുഭവിച്ചതുപോലെ. ഒടുവിൽ കുഞ്ഞിനെ ആ കൈകളിൽ ഏറ്റുവാങ്ങുമ്പോൾ രുദ്രൻ കണ്ണുനീർ പിടിച്ചു നിർത്താൻ വയ്യാതെ കരഞ്ഞു പോയിരുന്നു. പെൺകുഞ്ഞാണ്. തളർന്നു പോയപ്പോഴും അവൻ്റെ വാക്കുകൾ കാതിൽ വീണപ്പോൾ നിദ്രയുടെ ചൊടികളിൽ പുഞ്ചിരി വിടർന്നു. നിന്നെപ്പോലെ. അവളുടെ മാറിലേക്ക് കുഞ്ഞിനെ വെച്ചു കൊടുത്ത് ആ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു. ഇരുവരും കരയുകയായിരുന്നു. അവരുടെ കുഞ്ഞി പെണ്ണും അന്നേരം ഒരു കുഞ്ഞ് കരച്ചിൽ തുടങ്ങി. നിദ്ര അത് കേട്ട് കണ്ണുനീരിനിടയിലും പുഞ്ചിരിച്ചു കൊണ്ടിരുന്നു.